നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളക്കരയുടെ ആഘോഷപ്പെരുമയ്ക്ക് നിറം പകർന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. മാലൂർ ശിവപുരത്ത് വാഹനാപകടത്തിൽ മരിച്ച വിളക്കോട് ചങ്ങാടിവയൽ സ്വദേശി റിയാസിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം വിളക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉത്തരവായിട്ടും നടപടിയില്ല. തിരുവോണ ദിവസത്തിൽ കൊമ്മേരി നിവാസികൾ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് സമരം നടത്തും. വിശദമായ വാർത്തകളിലേക്ക്. പോയ നല്ല കാലത്തിൻ്റെ ഓർമ്മകളും ഒരു പിടി പ്രതീക്ഷകളുമായി മലയാളിക്ക് നാളെ തിരുവോണം. വയനാട് ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇക്കുറി ഓണാഘോഷം. എല്ലാ പ്രേക്ഷകർക്കും ഹൈവിഷൻ്റെ തിരുവോണം ആശംസകൾ. അത്തം തുടങ്ങിയുള്ള 10 ദിവസവും ഓണം ആഘോഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു മലയാളക്കര. ഓണത്തിൻ്റെ ആരവവും ആർപ്പുവിളികളും നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ഉത്രാട ദിനം. ഓണാഘോഷത്തിൻ്റെ 9ാം നാൾ ഒരു രാവിനപ്പുറം തിരുവോണത്തെ വരവേൽക്കാൻ മലയാള നാട് ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവോണ ദിവസം തന്നെയാണ് ആഘോഷത്തിൻ്റെ തിമിർപ്പ് മുഴുവൻ. പോയ നല്ല കാലത്തിൻ്റെ ഓർമ്മകളും ഒരുപിടി പ്രതീക്ഷകളുമാണ് മലയാളിക്ക് തിരുവോണം. ഒരുമയുടെ ആഘോഷമാണ് ഓണം. വീട്ടുമുറ്റത്ത് വിരിഞ്ഞ വർണ്ണപ്പൂക്കൾ മനസ്സിലും പടരുന്ന ദിവസം. രാവിലെ എഴുന്നേറ്റ് പുത്തൻ ഉടുപ്പണിഞ്ഞ് വീട്ടിലെ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പൂക്കളം തീർക്കും. പേരക്കുട്ടികൾക്ക് പോയ നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ച് മുത്തശ്ശനും മുത്തശ്ശിയും. തൻ്റെ പ്രജകളെ കാണാൻ മാവേലി തമ്പുരാൻ എത്തുമെന്നാണ് ഐതിഹ്യം. ഐതിഹ്യമൊപ്പം പല ഇടങ്ങളിലെ വ്യത്യസ്ത ആചാരങ്ങളും തിരുവോണത്തിൻ്റെ ഭാഗമാണ്. കാർഷിക സംസ്കൃതിയുടെ ഭാഗമായ വിഭവസമൃദ്ധമായ സദ്യയും തിരുവോണത്തിൻ്റെ പ്രത്യേകതയാണ്. വയനാട് ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മയിലാണ് ഇക്കുറി ഓണാഘോഷം. എല്ലാ പ്രേക്ഷകർക്കും ഹൈവിഷൻ്റെ തിരുവോണം ആശംസകൾ. ഉത്രാടപ്പാച്ചിലിൽ മലയോരം. വിവിധ ടൗണുകളിൽ ഉത്രാട ദിനത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവോണത്തലേന്ന് ഉത്രാട ദിനത്തിൽ മലയോരത്തെ വിവിധ ടൗണുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു. ഓണക്കോടി വാങ്ങാനും ഓണസദ്യ ഒരുക്കാനുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെ വാങ്ങാനുമാണ് ടൗണിൽ ആളുകൾ എത്തിയത്. ഇരിട്ടി, പേരാവൂർ, കേളകം, കൊട്ടിയൂർ തുടങ്ങിയ ടൗണുകളിൽ ഉത്രാട ദിനത്തിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു. പലയിടങ്ങളിലും ഗതാഗത തടസ്സവും ഉണ്ടായി. വഴിയോരങ്ങളിൽ പൂക്കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു. പലചരക്ക് കടകളിലും ഇലക്ട്രോണിക്സ് കടകളിലും പച്ചക്കറി കടകളിലും തിരക്കോട് തിരക്ക് തന്നെ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ഹൈവിഷൻ. മാലൂർ ശിവപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചു മരിച്ച വിളക്കോട് ചെങ്ങാടിവയൽ സ്വദേശി TK റിയാസിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഖബറടക്കി. മാലൂർ ശിവപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചു മരിച്ച വിളക്കോട് ചെങ്ങാടിവയൽ സ്വദേശിയും കാക്കങ്ങാട് ടൗണിലെ ചിക്കൻ സ്റ്റാൾ ഉടമയുമായ TK റിയാസിന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വിളക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. തുടർന്ന് വിളക്കോട് മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത്. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് മാലൂർ ശിവപുരം കോളാരിക്കടുത്ത വെള്ളിലോടിൽ വെച്ച് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന വീട് സന്ദർശിച്ച ശേഷം ഭാര്യ വീട്ടിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടമുണ്ടായത്. എതിർദിശയിൽ നിന്ന് വന്ന കാർ റിയാസ് സഞ്ചരിച്ച ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിന് ശേഷം നിർത്താതെ പോയ കാർ കോളാരിയിലെ ഒരു വീട്ടിൽ നിന്നാണ് പിന്നീട് പോലീസ് കണ്ടെടുത്തത്. ഇടിയുടെ ആഘാതത്തിൽ പാതയോരത്തേക്ക് തെറിച്ചു വീണ റിയാസ് 20 മിനിറ്റോളം രക്തം വാർന്നു കിടന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന റിയാസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശിവപുരം സ്വദേശിനി ഫസീലയാണ് റിയാസിന്റെ ഭാര്യ. 3 മക്കളുണ്ട്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന ശിവപുരം സ്വദേശി ഫൈസലിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ആറളം പുഴ കടന്ന് കാട്ടാന വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നും കാട്ടാനകൾ വിളക്കോട് ചാക്കാടിലെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത്. ഒരിടവേളയ്ക്ക് ശേഷം കാട്ടാന വീണ്ടും ആറളം പുഴ കടന്ന ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങി. ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് കാട്ടാനകൾ കഴിഞ്ഞ ദിവസം രാത്രി വിളക്കോട് ചാക്കാട്ടെ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. ചാക്കാട് സ്വദേശി ദിനേശൻ, പെരുമ്പറമ്പ് സ്വദേശി സാവിത്രി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ വാഴകളാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിച്ചത്. വിവരമറിഞ്ഞെത്തിയ വനപാലകർ പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും പുലർച്ചെയോടെ കാട്ടാന തിരികെ ഫാമിനുള്ളിലേക്ക് കയറിയെന്ന് പിന്നീട് സ്ഥിരീകരിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. താലൂക്ക് അദാലത്തിലും നവകേരള സദസ്സിലും വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉത്തരവായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിനത്തിൽ കൊമ്മേരി നിവാസികൾ കൊട്ടിയൂർ റേഞ്ച് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് സമരം നടത്തും. താലൂക്ക് അദാലത്തിലും നവകേരള സദസ്സിലും വീടുകൾക്ക് ഭീഷണിയായ 6 മരങ്ങൾ മുറിച്ചുമാറ്റാനും
11 മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാൻ തീരുമാനമായിരുന്നു. എന്നാൽ ഇതുവരെയായി മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടി സ്വീകരിക്കാത്ത വനം വകുപ്പിനെതിരെയാണ് കൊമ്മേരി നിവാസികൾ പ്രതിഷേധവുമായി എത്തുന്നത്. കൊമ്മേരി ഗവൺമെൻറ് LP സ്കൂളിന് സമീപത്തെ നിരവധി വീടുകളാണ് കൂറ്റൻ മരങ്ങളാൽ അപകട ഭീഷണി നേരിടുന്നത്. മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കാത്ത വനം വകുപ്പിനെതിരെയാണ് തിരുവോണ ദിവസത്തിൽ റേഞ്ച് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് സമരം നടത്തുന്നത്. നേരത്തെ ആഗസ്റ്റ് 15-ന് റേഞ്ച് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരവും നടത്തിയിരുന്നു. രണ്ടാം ഘട്ടമെന്ന നിലയിലാണ് തിരുവോണ ദിവസം കൊട്ടിയൂർ റേഞ്ച് ഓഫീസിന് മുന്നിൽ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനും ഫലം കണ്ടില്ലെങ്കിൽ ഒക്ടോബർ 2 മുതൽ ഗാന്ധി ജയന്തി ദിനത്തിൽ അനിശ്ചിതകാല സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വീടിന് നേരെ ഭീഷണിയായിരിക്കുന്ന 8ഓളം കുടുംബങ്ങൾക്കുള്ള മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി 2023 തലശ്ശേരി താലൂക്ക് അദാലത്തിൽ നടന്നിട്ടുള്ള സമയത്ത് അപേക്ഷ കൊടുക്കുകയും അന്ന് തന്നെ മരം മുറിക്കാനുള്ള ഓർഡർ ഇടുകയും ചെയ്തു. വീണ്ടും 2024 നവകേരള സദസ്സ് മട്ടന്നൂരിൽ വെച്ച് നടന്നപ്പോൾ അവിടെ അപേക്ഷ കൊടുത്തു. അവിടെയും തീരുമാനമായി. അതിൻ്റെ ഓർഡർ എനിക്ക് കിട്ടുകയും ചെയ്തു. എന്നിട്ട് മരം മുറിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് MLAക്ക്, മന്ത്രിക്ക്, മുഖ്യമന്ത്രിക്ക്, കലക്ടർക്ക് എല്ലാം വീണ്ടും അപേക്ഷ നൽകി. എന്നാൽ ആ കലക്ടറെല്ലാം ഓർഡർ തന്നത് എത്രയും മരം മുറിച്ച് മാറ്റണം എന്നുള്ള ഓർഡറാണ് തന്നത്. ഇവരെ ഇങ്ങനെ കൊട്ടേഷൻ വിളിക്കുക, നാട്ടിലില്ലാതെ വില മരത്തിന് വെക്കുക. ഈ വിലക്കൊന്നും ആരെയും മരത്തിന് വിലയില്ലാത്ത സമയത്ത് മരം എടുക്കൂല. അതുകൊണ്ട് ഇപ്പം 3 മാസമായി കൊട്ടേഷൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കൊട്ടേഷൻ വിളിച്ചു. ഇനി 20-ന് കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ട്. ഈ മാസം 27-നും കൊട്ടേഷൻ വിളിച്ചിട്ടുണ്ട്. വലിയ ഭീമമായ പൈസക്കാണ് ലേലത്തിൽ വെക്കുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഈ മരം കൊട്ടേഷനിൽ എടുക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ മുറിച്ച് മാറ്റുന്നതിന് വേണ്ടി ആഗസ്റ്റ് 15-ാം തീയതി റേഞ്ച് ഓഫീസിന് മുമ്പിൽ ഒരു സമരം നടത്തിയിട്ടുണ്ട്. റേഞ്ച് ഓഫീസർക്കാണ് ഇതിൻ്റെ അധികാരം മുറിച്ചു മാറ്റാനുള്ളത് ഉത്തരവ് കൊടുത്തിട്ടുള്ളത്. അത് മുറിച്ചു മാറ്റാത്തതിൻ്റെ പേരിലാണ് ഒരു ദിവസം നിരാഹാര സമരം റേഞ്ച് ഓഫീസിന് മുമ്പിൽ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ തിരുവോണ ദിവസമായ നാളെ 15-ാം തീയതി, സെപ്റ്റംബർ 15-ാം തീയതി ഈ പ്രദേശത്തുള്ള വീട്ടുകാരെയും വെച്ചുകൊണ്ട് അടുപ്പ് കൂട്ടി കഞ്ഞി വെക്കുന്ന ഒരു സമരമാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഇത് തുടർന്ന് ഇവർ ഈ മരം മുറിക്കുന്നില്ലെങ്കിൽ അടുത്ത മാസം 2-ാം തീയതി, ഒക്ടോബർ 2-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് റേഞ്ച് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം നടത്താനാണ്. മരം എന്ന് മുറിക്കുന്നു ആ സമയം വരെ മരം മുറിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ആലോചന നടത്തിയിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത്. അത് എന്നിട്ടും സമരം നടക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കോടതി ലീവായതുകൊണ്ടാണ് കോടതിയിലേക്കും ഈ പ്രശ്നം സംബന്ധിച്ചിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കേളകത്ത് ബസ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട കാറിലിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കേളകത്ത് ബസ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട കാറിലിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് 6:30 അപകടം. ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറക്കമിറങ്ങി തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് വ്യാപാര ഭവന് മുന്നിൽ നിർത്തിയിട്ട കാറിൽ വന്ന് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ബസ്സിൽ യാത്രക്കാർ കുറവായതും നിർത്തിയിട്ട കാറിൽ ആളില്ലാത്തതും കൊണ്ട് വൻ അപകടമാണ് ഒഴിവായത്. ഒന്ന് മാറി
കേളകം പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ നീക്കം ചെയ്തു. വ്യാപാര ഭവന്റെ ബോർഡും അപകടത്തിൽ തകർന്നു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനെതിരെ നടക്കുന്ന പ്രചരണം അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഭരണസമിതി. ക്ഷീരസംഘത്തിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തിൽ മറുപടി നൽകുകയായിരുന്നു ഭരണസമിതി അംഗങ്ങൾ. ചെട്ടിയാമ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിനെതിരെ നടക്കുന്ന കള്ളപ്രചരണത്തെ തിരിച്ചറിയണമെന്നും പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ക്ഷീരസംഘം പ്രസിഡന്റ് സന്ദീപ് ജോസ്, സെക്രട്ടറി ബീന ഉണ്ണി, ഡയറക്ടർ ബോർഡ് അംഗം കെ ജയറാം എന്നിവർ അറിയിച്ചു. ചെട്ടിയാമ്പറമ്പ് ക്ഷീരസംഘവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിലും പത്രങ്ങളിലും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് സംഘത്തിൽ നടന്നു എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയും ഈ സംഘത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വസ്തുത ജില്ലാ ഓഡിറ്റ്, അതായത് അവരുടെ ഒരു ഗ്രൂപ്പ് ഓഡിറ്റിൻ്റെ ഭാഗമായി സംഘത്തിൽ ഗ്രൂപ്പ് ഓഡിറ്റിംഗ് നടക്കുകയും അതിൻ്റെതായ ഭാഗമായിട്ടുള്ള ന്യൂനതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംഘത്തിന് അതിൻ്റെ റിപ്പോർട്ട് നൽകുകയുണ്ടായിട്ടുണ്ട്. ആ ന്യൂനതകൾ പെട്ടെന്ന് പരിഹരിക്കേണ്ട ന്യൂനതകൾ പെട്ടെന്നും സമയബന്ധിതമായി സമയമെടുത്ത് പരിഹരിക്കേണ്ട ന്യൂനതകൾ സമയമെടുത്ത് പരിഹരിക്കുന്നതിനുമായിട്ടുള്ള നടപടികൾ ഭരണസമിതി എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 1981 മുതലുള്ള 51 സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനം. ഇതിൻ്റെ ഓഡിറ്റ് 4 പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ. ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള നഷ്ടങ്ങൾ ക്രമപ്പെടുത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഭരണസമിതി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൺസെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്തിമ റിപ്പോർട്ടുകൾക്ക് സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇപ്പോൾ കാണിച്ചിട്ടുള്ള നഷ്ടത്തിൽ നിന്ന് ഭീമമായ തുക ലെസ് ആയിക്കൊണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് ലാഭത്തിലേക്ക് വരുന്നതുമാണ്. അന്തിമ റിപ്പോർട്ട് DDക്ക് സമർപ്പിക്കുന്നത്. അങ്ങനെ 2-3 പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നില പണിതതും അതേപോലെ തന്നെ മുകളിൽ ബേക്കിൽ ഇടിഞ്ഞു പോയതിൻ്റെ ഭാഗമായിട്ടുള്ള നടന്നിട്ടുള്ള കൺസ്ട്രക്ഷനുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൻ്റെ പേപ്പറുകൾ അന്തിമ മുറയ്ക്ക് നൽകുന്നതോടൊപ്പം തന്നെ അത് ഈ പറഞ്ഞിട്ടുള്ള നഷ്ടത്തിൽ നിന്നും മാറ്റപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ കാലിത്തീറ്റ ഇനത്തിൽ ആണ് വ്യാപകമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പ്രചരണങ്ങൾ നടക്കുന്നത്. 1981 പരമ്പരാഗത സംഘമായി പ്രവർത്തനം ആരംഭിച്ച സംഘം 1999 ആനന്ദ് മാതൃകയിലുള്ള സംഘമായി മാറിയത്. കഴിഞ്ഞ 43 വർഷമായി ചെട്ടിയാമ്പറമ്പ് മേഖലയിലെ ക്ഷീരകർഷകർക്ക് മികച്ച സേവനം നൽകിക്കൊണ്ടാണ് സംഘം പ്രവർത്തിച്ചു വരുന്നത്. ക്ഷീരമേഖലയിൽ നിന്ന് ആളുകൾ ഒഴിവായി പോകുന്നതിനാൽ പാലിൻ്റെ ഉൽപ്പാദനം വളരെ കുറയുകയും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഇപ്പോഴും ക്ഷീരകർഷകരെ സഹായിച്ചുകൊണ്ടാണ് സംഘം മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിലാണ് 2023 സഹകരണ സംഘം ഭേദഗതിയെ തുടർന്ന് ജാഗ്രത 2024 എന്ന പേരിൽ നടന്നുവരുന്ന പരിശോധനയുടെ ഭാഗമായി ചെട്ടിയാമ്പറമ്പ് സംഘത്തിലും പരിശോധന നടത്തിയത്. കഴിഞ്ഞ 43 വർഷത്തെ കാലത്തെ പരിശോധനയാണ് നിലവിൽ നടന്നത്. ഇതിൽ ഭരണസമിതിയോ ജീവനക്കാരോ എന്തെങ്കിലും അഴിമതി നടത്തിയതായി പറഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്തിൻ്റെ അടക്കം സഹായത്തോടെ നടത്തിയ ചില പ്രവൃത്തികൾക്ക് മുൻകൂട്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങിയല്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് വലിയ തുക നഷ്ടത്തിൻ്റെ പട്ടികയിൽ വന്നത്. ഇത്തരത്തിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കും ജനറൽ ബോഡി ചേർന്ന് അംഗീകാരം വാങ്ങിയാൽ പരിഹാരമാകുന്നതാണ്. പല കാലങ്ങളിലായി കാലിത്തീറ്റ വിറ്റ വകയിൽ കിട്ടാനുള്ളതാണ് കുറേ തുക. സെക്രട്ടറിമാർ അഡ്വാൻസ് എടുക്കുന്ന രീതി മിക്ക സംഘങ്ങളിലും ഉള്ളതാണ്. അത് പിന്നീട് അടച്ച് ക്ലിയർ ചെയ്യുന്നതാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച മഹാഭൂരിപക്ഷം ന്യൂനതകളും വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. വസ്തുത ഇതാണെന്നിരിക്കെ സംഘത്തിനെതിരെ നടക്കുന്ന കള്ളപ്രചരണത്തെ ക്ഷീരകർഷകർ തിരിച്ചറിയണമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ഹൈവിഷൻ ന്യൂസ്, കേളകം. അമ്മയ്ക്കും കുഞ്ഞിനും പുതുജീവൻ നൽകി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അമ്മയ്ക്കും കുഞ്ഞിനും പുതുജീവൻ നൽകി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. പേരാവൂരിലെ ഹോസ്പിറ്റലിൽ നിന്നും വേദന അധികമായതിനാൽ ഗർഭിണിയും കുടുംബവും ആംബുലൻസിൽ കണ്ണൂരിലെ സർക്കാർ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. കുട്ടി തലതിരിഞ്ഞാണ് ഉണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് കുട്ടിയുടെ കാൽഭാഗം പുറത്തേക്ക് ചാടിയപ്പോൾ എത്രയും പെട്ടെന്ന് കുട്ടിയുടെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ അടുത്തുള്ള ആശുപത്രിയായ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു.
ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം ഹെഡും സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ആനി കുര്യന്റെ നേതൃത്വത്തിൽ അമ്മയ്ക്കും കുഞ്ഞിനും പുതുജീവൻ നൽകി. 2 ജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിന് 108 ആംബുലൻസ് ഡ്രൈവറായ ധനേഷിനെയും നഴ്സായ ആംഫീന സലീമിനെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആദരിച്ചു. 108 ആംബുലൻസ് ഓടിക്കുന്ന ബഹുമാനപ്പെട്ട ധനേഷേട്ടനും അതുപോലെ തന്നെ ധനേഷേട്ടൻ്റെ സ്റ്റാഫും വളരെ കൃത്യമായി ഞങ്ങളുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുകയും എമർജൻസിയുടെ ചാർജുകളും കൊണ്ടുവന്ന് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ ബഹുമാനപ്പെട്ട ആനിമേളായിട്ടും അത് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നമ്മൾ എന്തൊരു കാര്യത്തിന് പുറപ്പെടുന്ന സമയത്തും ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അതിലുപരിയായിട്ട് ആരെങ്കിലും ഒന്ന് പ്രശംസിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന്മാരുടെ നല്ലൊരു സ്വഭാവമായിട്ട് വേണം കാണാൻ. ചടങ്ങിൽ പേരാവൂർ താലൂക്ക് ആശുപത്രി ഗൈനക്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ റഷീദ് KP, പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ഇന്ദു ബാലകൃഷ്ണൻ, കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാനേജർ ക്രിസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഉരുളക്കും ഉരുളിനും ഉപ്പേരിയുമായി വിദ്യാർത്ഥികൾ. ഇരിട്ടി MG കോളേജിലെ NSS വിദ്യാർത്ഥികളാണ് ഉപ്പേരി തയ്യാറാക്കി വിൽപ്പന നടത്തി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഈ ഓണക്കാലത്ത് രംഗത്തെത്തിയത്. 2 ദിവസം മുൻപേ തുടങ്ങിയതാണ് ഈ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി. ആദ്യം നേന്ത്രക്കായ സമാഹരിച്ചു. പിന്നീട് അത് കൊണ്ടുവന്ന് ചെത്തി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിലിട്ട് ഉപ്പേരിയായി പാകപ്പെടുത്തിയെടുക്കുകയായിരുന്നു. പിന്നീട് ഇത് പാക്കറ്റുകളിലാക്കി ഇരിട്ടി മട്ടന്നൂർ റോഡരികിൽ വിദ്യാർത്ഥികളെത്തി. പിന്നീട് ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് നൽകി. ഇങ്ങനെ ലഭിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതരായവർക്ക് സഹായത്തിനായാണ് നൽകുന്നത്. NSS സ്റ്റേറ്റ് സെല്ലിന്റെ നേതൃത്വത്തിൽ 150 വീടുകൾ വെച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി തുക സമാഹരിക്കുന്നതിനോടൊപ്പമാണ് ഇരിട്ടി MG കോളേജ് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ഈ മഹാത്മാഗാന്ധി കോളേജ് NSS യൂണിറ്റുകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആലോചനയിലാണ് ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത്. ഉരുളിനും ഉരുളക്കും ഉപ്പേരി, ഉരുളക്കുപ്പേരി എന്നുള്ള മറുപടി നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഉരുളിനി വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് NSS വെച്ചു കൊടുക്കുന്ന വീടിൻ്റെ ധനസഹായാർത്ഥം നേരിട്ട് പൈസ പിരിക്കുന്നതിന് പകരം കുട്ടികളുടെ ഹ്യൂമൻ റിസോഴ്സിന് ഉപയോഗിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം വിറ്റുകൊണ്ട് പൈസ ശേഖരിക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് വളരെ സജീവമായിട്ട് ഇന്ന് ഉത്രാട നാളാണ്. എന്നാലും കുട്ടികൾ രാവിലെ മുതൽ വിവിധ പ്രവർത്തനങ്ങൾ കായ കട്ട് ചെയ്യുന്നു, വറക്കുന്നു, അത് നേരിട്ട് ജനങ്ങളിൽ റോഡരികിൽ വെച്ച് വിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത്. വളരെ സജീവമായിട്ടുള്ള കിച്ചണായിട്ടാണ് ഇന്ന് MG കോളേജ് വർക്ക് ചെയ്യുന്നത്. എല്ലാവരുടെയും ഓണസദ്യയിൽ നിന്ന് ഒരു പങ്ക് വയനാട്ടിൽ എത്തിക്കുക, നഷ്ടപ്പെട്ടവർക്ക് താങ്ങായി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് NSSൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ കൊണ്ടിട്ടുള്ളത്. എന്തായാലും ഈ ഓണക്കാലത്ത് ഉരുളയ്ക്കും ഉരുളിനും ഇരിട്ടി MG കോളേജിലെ വിദ്യാർത്ഥികളുടെ ഉപ്പേരിയുണ്ട്. NSS പ്രോഗ്രാം ഓഫീസർ E രജീഷ്, അനുദേവ്, സിദ്ധാർത്ഥ്, ഫർഷാൻ, സ്നേഹ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഓണത്തിന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കോളിക്കടവ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴയിൽ ശ്യാമളയുടെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. കോളിക്കടവിലെ 2 കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂവക്കുന്നിൽ വാഴയിൽ ശ്യാമളയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA കൈമാറി. തലേന്ന് ഇത്രയേറെ സന്തോഷകരമായ എന്നാൽ ലളിതസുന്ദരമായ ഒരു ചടങ്ങിൽ സംബന്ധിക്കാൻ നമുക്ക് സാധിച്ചതിൽ വലിയ സംതൃപ്തിയും പ്രതീക്ഷയുമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കമ്മിറ്റിയുടെ ചെയർമാനും അതുപോലെ കൺവീനർ ശ്രീ ഭാസ്കരനും ഇവിടെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിൻ്റെ സാമ്പത്തിക പ്രത്യേകതകളും രാഷ്ട്രീയ പ്രത്യേകതകളും വെച്ച് ഈ 2 വർഷക്കാലം കൊണ്ട് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ സാധിച്ചു എന്നൊരിക്കലും കാലതാമസമായിട്ട് കരുതേണ്ടതില്ല. എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെയാണ്. പലപ്പോഴും വീട് പണി 2-3 വർഷം എടുക്കാറുണ്ട്. കാരണം ഒറ്റയടിക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടില്ല ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരുന്നത്. ഇവിടുത്തെ സഹപ്രവർത്തകരുടെ കഠിനാധ്വാനവും ലക്ഷ്യബോധവുമാണ് ഈ വീടിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. മനുഷ്യൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള 3 കാര്യങ്ങളിൽ ഒന്ന് വീടാണ്. ഒന്നാമത്തെ കാര്യം ഭക്ഷണമാണ്, രണ്ടാമത്തെ കാര്യം തന്നെ വീടാണ്, 3 വസ്ത്രമാണ്. ആ കാര്യങ്ങളിൽ വീടില്ലാത്തവരുടെ പ്രയാസത്തെക്കുറിച്ച്
നമ്മൾക്കെല്ലാം ഓർമ്മയുള്ള ഗാനത്തിൻ്റെ വരികളാണ്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അവരവസ്ഥ വളരെയേറെ പ്രയാസകരമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഈ വീട്ടുകാർ പഴയ ഒളിഞ്ഞു വീഴാറായ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാം എന്ന് അവർ വളരെ വേദനയോടെ പറഞ്ഞത്. അതേതായാലും ആ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി നല്ല ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ സഹപ്രവർത്തകർ മുന്നോട്ട് പോയി. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ചന്ദ്രൻ തില്ലങ്കേരി, ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ, M ഭാസ്കരൻ, VT തോമസ്, റെയ്സ് കണിയാറക്കൽ, K ബാലകൃഷ്ണൻ, MJ മാത്യു, മട്ടിണി വിജയൻ, PC പോക്കർ, മിനി പ്രസാദ്, ഷിജി നടുപ്പറമ്പിൽ, ഷൈജൻ ജേക്കബ്, സെബാസ്റ്റ്യൻ തുണ്ടത്തിൽ, നിവിൻ മാനുവൽ, ത്രേസ്യമ്മ കുര്യാക്കോസ്, സുനിൽ കുര്യൻ, പ്രകാശ് തൈപ്പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലനുശോചിച്ച് ഇരട്ടിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലനുശോചിച്ച് ഇരട്ടിയിൽ മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത് എന്നതാണ് ഈ ദുഃഖം ഏറെ കനത്തതാക്കി തീർക്കുന്നത്. സഖാവ് സീതാറാമിനെ സംബന്ധിച്ച് ഇവിടെ പങ്കെടുത്തിട്ടുള്ളവരെല്ലാം വ്യത്യസ്തമായ നിലയിൽ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തുകയും ആ സമയം മുതൽ തന്നെ ശക്തനായ ഒരു പോരാളിയായി വളർന്നു വരികയും ചെയ്തിട്ടുള്ള ഒരു സഖാവായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും പ്രതിഭയും അത് രാഷ്ട്രീയ നേതൃത്വത്തിലെ അപൂർവമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി സഖാവിനെ മാറ്റുകയുണ്ടായി. ചെന്നൈയിൽ ജനിക്കുകയും പിന്നീട് ഹൈദരാബാദിലേക്കും അതുപോലെ തന്നെ ഡൽഹിയിലേക്കും താമസം മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള സഖാവ് സീതാറാം ഒരു ബഹുഭാഷാ പണ്ഡിതനാണ് എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. K ശ്രീലത അധ്യക്ഷയായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, KT ജോസ്, KV സക്കീർ ഹുസൈൻ, PN നസീർ, CVM വിജയൻ, ഇബ്രാഹിം മുണ്ടേരി, അജയൻ പായം, രാമദാസ് എടക്കാനം, KK ഹാഷിം, ഹംസ പുല്ലാട്ട്, അഡ്വക്കേറ്റ് KA ഫിലിപ്പ്, മാത്യു പുളിക്കക്കുന്നൽ, സൈലേഷ് മണലേൽ, PP അശോകൻ, പായം പഞ്ചായത്ത് പ്രസിഡന്റ് P രജനി, ആർളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ്, ഇരിട്ടി നഗരസഭാ വൈസ് ചെയർമാൻ PP ഉസ്മാൻ, കൗൺസിലർ VP അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കേളകത്ത് മൗനജാഥയും സർവകക്ഷി അനുശോചനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് അധ്യക്ഷത വഹിച്ചു. KP ഷാജി, ജോയി വേളുപുഴക്കൽ, ജോൺ പടിഞ്ഞാനി, ജോർജ് വീടി, സണ്ണി വടക്കേക്കൂറ്റ്, രജീഷ് ബൂൺ തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പേരി നിർമ്മല UP സ്കൂളിൽ വജ്രജൂബിലി ഉദ്ഘാടനവും വിളംബര ഘോഷയാത്രയും നടന്നു. മലബാർ കുടിയേറ്റത്തിന്റെ സ്ഥിരാകേന്ദ്രമായ ചെമ്പേരിയിൽ 1950-ൽ 225 കുട്ടികളുമായി ആരംഭിച്ച നിർമ്മല സ്കൂൾ പതിനായിരങ്ങൾക്ക് അറിവിന്റെ ദീപം പകർന്നു നൽകി. മഹത്തായ 75 വർഷം പിന്നിട്ട നിർമ്മല UP സ്കൂൾ വജ്രജൂബിലിയുടെ ഉദ്ഘാടനം എരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി നിർവഹിച്ചു. സ്കൂൾ മാനേജർ റക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മോഹനൻ മൂത്തേടൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൗളിൻ കാവനാടി, PTA പ്രസിഡന്റ് ചെറിയാൻ മടത്തിക്കുഴി, മദർ PTA പ്രസിഡന്റ് സോണിയ റിൻഡോ, നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സജീവ് CD, വൈസ് പ്രിൻസിപ്പാൾ ജോർജ് MJ, സ്കൂൾ ലീഡർ സാൻഡ്രിയ ക്ലിയർ സാബു, പ്രധാനാധ്യാപിക എൽസമ്മ ജോസഫ്, അമയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കൊട്ടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം വിതരണോദ്ഘാടനം നിർവഹിച്ചു. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കൊട്ടിയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ഓഫീസിൽ നടന്ന വിതരണോദ്ഘാടനം കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം നിർവഹിച്ചു. ഞായറാഴ്ചയാണ്
പക്ഷേ എല്ലാവരും തിരക്കിലാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ തിരക്കിലും അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളിലും കേരളത്തൊക്കെ പോയി കഴിഞ്ഞാലും തുണിയെടുക്കുന്നതിൻ്റെ എല്ലാ തിരക്കുകളാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഓണത്തിന് വേണ്ടി റെഡിയാകുകയാണ്. ഇനി ഓണം ഞായറാഴ്ച ആയതുകൊണ്ട് ആ ദിവസം ഒന്ന് വന്നെത്തിയാൽ മതി. അങ്ങനെയുള്ളൊരു തിരക്കിലാണുള്ളത്. ഇന്നിവിടെ സംഘടനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംഘടന അവരുടെ മെമ്പർമാർക്കെല്ലാം ഓണത്തിൻ്റെ ഒരു കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ കൊട്ടിയൂർ യൂണിറ്റ് പ്രസിഡന്റ് PM ആന്റണി അധ്യക്ഷത വഹിച്ചു. CK വിനോദ്, ഷാജി തോമസ്, G സന്തോഷ് കുമാർ, നിർമ്മല അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കാക്കേങ്ങാട് ടൗണിലെ പ്രകാശ് ഹോട്ടൽ ഓർമ്മയാകുന്നു. പ്രകാശ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന ടൗണിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചു മാറ്റപ്പെടുന്നതിലൂടെയാണ് പ്രകാശ് ഹോട്ടലിൻ്റെ 75 വർഷം നീണ്ടുനിന്ന പ്രവർത്തനത്തിന് വിരാമമാകുന്നത്. 75 വർഷം മുൻപ് കാക്കങ്ങാട് സ്വദേശിയായിരുന്ന മഞ്ഞേരി കുഞ്ഞിരാമൻ നമ്പ്യാർ തുടക്കമിട്ട പ്രകാശ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കാക്കങ്ങാട് ടൗണിലെ ഏറ്റവും പഴക്കം ചെന്ന കെട്ടിടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ചെതുമ്പലിൽ നാരായണി അമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിൽ ആയതോടെയാണ് പ്രകാശ് ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെച്ച് കെട്ടിടം പൊളിച്ചു നീക്കാൻ ഒരുങ്ങുന്നത്. കുഞ്ഞിരാമൻ നമ്പ്യാർ ഹോട്ടൽ പ്രവർത്തനം നിർത്തിയ ശേഷം മരുമകൻ ബാലകൃഷ്ണനും മകളുടെ ഭർത്താവ് പ്രഭാകരനും മൂത്ത മകൻ പ്രകാശനും ഹോട്ടലിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഇക്കഴിഞ്ഞ 28 വർഷമായി ഇളയ മകൻ രാജേഷാണ് ഹോട്ടൽ നടത്തുന്നത്. ഒരു പഴയകാല ചായക്കടയുടെ മാതൃകയിൽ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ ഹോട്ടലിനെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇത്തരം ഓരോ അനുഭവങ്ങളാണ്. 1984 ഞാൻ ഈ ടൗണിൽ വരുന്ന സമയത്ത് അന്ന് ഈ ഹോട്ടൽ ഇതേപോലെ ഉണ്ട്. പ്രകാശ് ഹോട്ടൽ, അതായത് കുഞ്ഞിരാമൻ നമ്പ്യാരുടെ മകൻ പ്രകാശിൻ്റെ പേരിലാണ് ഈ ഹോട്ടൽ തുടങ്ങിയത്. വളരെയധികം ജനങ്ങൾക്ക് അന്നും ഇന്നും പ്രകാശ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. ആ ഒരു രീതിയിലാണ് ഇന്ന് വരെ ഈ ഹോട്ടലിൻ്റെ ഒരു ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ ഇന്നുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം നിർത്തുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. കെട്ടിട ഉടമ ഒരു വർഷത്തിനകം പുതിയ കെട്ടിടം നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളതായും അതുവരെ മറ്റൊരു സ്ഥലത്ത് ഹോട്ടൽ പ്രവർത്തിക്കുന്നതാണെന്നും ഹോട്ടൽ ഉടമ രാജേഷ് പറഞ്ഞു. 75 വർഷമായിട്ട് തുടങ്ങിയ സ്ഥാപനമായത് അച്ഛനായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ ഒരു ജീർണിച്ച അവസ്ഥ കൊണ്ടാണ് ഞാൻ അടുത്ത് മാറുന്നത്. പലയാളും 15 വർഷം മുന്നേ ഇവിടുന്ന് കച്ചവടക്കാർ ഒഴിഞ്ഞു പോയതാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓണർ ഒരു വർഷത്തിനുള്ളിൽ ഇതേപോലെ ബിൽഡിംഗ് എടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും തിരിച്ചിട്ട് ഞാൻ ഒരു ന്യൂ പ്രകാശമായിട്ട് എനിക്ക് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയുണ്ട് ഒരു വർഷത്തിന് ശേഷം. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ തൊട്ടപ്പുറത്ത് മേലെ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു പ്രകാശ് തട്ടുകടേനെ തുടങ്ങുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പൂക്കള മത്സരം, ചാക്കിലോട്ടം, കുപ്പിയിൽ വെള്ളം നിറക്കൽ, സ്പൂണും കൂട്ടിയും, കസേരകളി, മാവേലിയെ കണ്ടെത്തൽ തുടങ്ങിയ മത്സരങ്ങളും PT-യുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഓണസദ്യയും നടത്തി. സമാപന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സെവിൻ ഐക്കരത്താഴത്ത് സമ്മാനദാനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ ജോസ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. PT പ്രസിഡന്റ് ജെയിംസ് അഗസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ബിജു പയ്യമ്പള്ളി, ജനറൽ കൺവീനർ MM റിജോയി, സ്റ്റാഫ് സെക്രട്ടറി ജോഷി ജോസഫ്, അധ്യാപകരായ സോളി ജോസഫ്, ജസീന്ത KV, മഞ്ജുള A, സിസ്റ്റർ ജിൽസി, സിസ്റ്റർ ആൻമേരിയ, സിസ്റ്റർ മരിയ ഫ്രാൻസിസ്, ജോയൽ, ബിജു, സിബി എന്നിവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേളകൻ നാനാനിപ്പോയിൽ മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കേളകം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൈലി വാത്യാട്ട് ഉദ്ഘാടനം ചെയ്തു. മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റിയും മാതൃകാ കൺസ്ട്രക്ഷൻ LPPയും സംയുക്തമായി ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മാതൃകാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് J. ദേവദാസിൻ്റെ അധ്യക്ഷതയിൽ മുൻ കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൈലി വാത്യാട്ട് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ജോണി പാമ്പാടിയിൽ, ജേക്കബ് ചേലമറ്റം, ഷിജോ
മാതൃക ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി തോമസ് കുന്നുംപുറം തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഓണസദ്യയും വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. ഹൈവിഷൻ ന്യൂസ് കേളകം. കുനിത്തല ഗവൺമെൻറ് LP സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സി യമുന ഉദ്ഘാടനം ചെയ്തു. കുനിത്തല ഗവൺമെന്റ് LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സി യമുന ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ മുഖ്യാതിഥിയായി. കുമാരി ടീച്ചർ, PTA പ്രസിഡന്റ് ജയേഷ്, മദർ PTA പ്രസിഡന്റ് ശ്രീഷ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് ശ്രുതി, ഷമേജ് TK, സനീഷ് C, ഷാജി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും പൂക്കളവും ഒരുക്കിയായിരുന്നു ഓണാഘോഷം. നല്ലോണം ശ്രദ്ധിക്കണം. എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുക്കുക. മഞ്ചാടികൾ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുക്കുന്ന കൊച്ചു കൂട്ടുകാരെയാണ് നമ്മൾ കാണുന്നത്. LKGയിലെ കൂട്ടുകാർ ഓരോരോ മഞ്ചാടികളായി പെറുക്കിയെടുക്കുകയാണ്. LKGയിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള് ഇതാ കുഞ്ഞിക്കൈകളിൽ മഞ്ചാടികൾ പെറുക്കിയെടുക്കുന്നു. കുഞ്ഞു കൈകൾ കൊണ്ട് ഓരോരോ മഞ്ചാടികൾ പെറുക്കിയെടുക്കുന്നു കുഞ്ഞുമക്കള്. യെസ്, നല്ല കൈയടി. കമോൺ 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 എല്ലാവരും നല്ല കൈയടി. കമോൺ കമോൺ കമോൺ. ഇതാ മഞ്ചാടികൾ ഓരോന്നായി പെറുക്കിയെടുക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കള്. ഇതാ ആര് ജയിക്കും? എത്ര മഞ്ചാടികൾ കിട്ടും? ആർക്കാണ് ഏറ്റവും കൂടുതൽ മഞ്ചാടികൾ കിട്ടുക? കമോൺ 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 വേഗം പെറുക്ക്. കമോൺ കമോൺ കമോൺ. വേഗത്തിൽ കൈകൾ നിറയുമ്പോൾ പ്ലേറ്റിലേക്ക് മെല്ലെ ഇടുക. പ്ലേറ്റിൽ നിന്ന് തെറിച്ചു പോകാതെ വേഗം ന്യൂസ് ബ്യൂറോ, പേരാവൂർ. യങ് മെൻസ് ഇന്റർനാഷണൽ ഇരട്ടിയുടെ ഉദ്ഘാടനവും ഓണാഘോഷവും ഇരട്ടി ജബ്ബാർ കടവ് റിവർ ബ്രീസ് റിസോർട്ടിൽ നടന്നു. അന്താരാഷ്ട്ര സംഘടനയായ യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ ഇരട്ടിയുടെ ഉദ്ഘാടനവും ഓണാഘോഷ പരിപാടിയുമാണ് ഇരട്ടി ജബ്ബാർ കടവ് റിവർ ബ്രീസ് റിസോർട്ടിൽ വെച്ച് നടന്നത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മുഖ്യ അതിഥിയായി. ജോസ് ജോർജ് ഇല്ലിക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ആൻഡോ K. ആന്റണി, സ്കറിയാച്ചൻ താളുകണ്ടത്തിൽ, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റും യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ പ്രസീഡിയം മെമ്പറുമായ TK രമേഷ് കുമാർ, സെക്രട്ടറി മൈക്കിൾ K. മൈക്കിൾ, റീജിയണൽ ചെയർമാൻ രഞ്ജിത് കുമാർ, പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത
ബെന്നിച്ചൻ മടത്തിനകം, സെക്രട്ടറി ജാക്സൺ ജോർജ് തോലാനി, ട്രഷറർ ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടി യങ് വൈൻസ് ഇന്റർനാഷണൽ ക്ലബിൽ 16 പേരാണ് അംഗങ്ങളായത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നെടുമ്പറഞ്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സജി കോടന്തൂർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി നെടുമ്പറഞ്ചാൽ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നെടുമ്പറഞ്ചാൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി പാരിഷ് ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് സജി കോടന്തൂർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിനു മണ്ണാർത്തോട്ടം, വർഗീസ് മൂഴയിൽ, സാബു മാന്തറ, മെറീന വാഹാനിയിൽ, ബെറ്റി കല്ലമ്മാക്കൽ, സാബു കല്ലോലിക്കൽ, ഷിൻഡോ കുഴിയാത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നിരവധി കായിക മത്സരങ്ങൾ നടന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ സമ്മാന കൂപ്പൺ വിതരണവും ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലെ 37ാമത് നവരാത്രി ആഘോഷത്തിന്റെ സമ്മാന കൂപ്പൺ വിതരണവും ആഘോഷ കമ്മിറ്റി ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. കോമത്ത് ദാമോദരൻ മാസ്റ്റർ ആഘോഷ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പരിപാലന സമിതി ട്രഷറർ കോലാഞ്ചിറ ഗംഗാധരന്റെ കയ്യിൽ നിന്നും തെട്ടയിൽ വാസുദേവൻ നായർ ആദ്യ കൂപ്പൺ സ്വീകരിച്ചു. ഒക്ടോബർ 3 മുതൽ 12 വരെ 10 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ഈ വർഷം ഉണ്ടായിരിക്കുക. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ കൂടത്തിൽ ശ്രീകുമാർ, കൂടത്തിൽ നാരായണൻ നായർ എന്നിവർ പങ്കെടുത്തു. ചപ്പാരം ഭഗവതി ക്ഷേത്ര പരിപാലന സമിതിയാണ് നവരാത്രി ആഘോഷത്തിന് നേതൃത്വം നൽകുന്നത്. ഈ വർഷം കുരുന്നുകൾക്ക് അക്ഷരമധുരം പകർന്നു നൽകാൻ പ്രശസ്ത സംഗീത സംവിധായകനും കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ നമ്പൂതിരിയാണ് എത്തുക. ഒക്ടോബർ 13 വിദ്യാരംഭം. വിദ്യാരംഭത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ഈ പ്ലാനറ്റ് ഒരുക്കിയ മഹാഓണം മഹാ ഓഫർ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാനദാനവും ഷോറൂമിൽ വെച്ച് നടന്നു. ഓണത്തോടനുബന്ധിച്ച് ഈ പ്ലാനറ്റ് ഒരുക്കിയ മഹാഓണം മഹാ ഓഫർ സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാനവും ഷോറൂമിൽ വെച്ച് നടന്നു. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിൽ 5 പേർക്കാണ് സമ്മാനം. LED TV, മിക്സി, ഇൻഡക്ഷൻ കുക്കർ, സ്മാർട്ട് വാച്ച്, ബെഡ് തുടങ്ങിയ സമ്മാനങ്ങൾ വിജയികൾക്ക് നൽകുന്നത്. നറുക്കെടുപ്പ് ഇരട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അയ്യൂബ് പൊയ്ലിയൻ നിർവഹിച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ സമ്മാന വിജയികൾക്കുള്ള നറുക്കെടുപ്പും അയ്യൂബ് പൊയ്ലിയൻ നിർവഹിച്ചു. ഈ പ്ലാനറ്റ് മാനേജിംഗ് പാർട്ണർ റഫീഖ്, ഷോറൂം മാനേജർ ശ്യാംകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. എരുവേശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. എരുവേശി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ, മെമ്പർമാരായ അബ്രഹാം കാവനാടിയിൽ, ജോയ് ജോൺ, രാധാമണി, സെക്രട്ടറി റോബർട്ട് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഞങ്ങൾ ഈ വർഷത്തെ പരിപാടികൾ വളരെ ലളിതമായ രീതിയിലാണ് നടത്തുന്നത്.
എന്നാലും ഞങ്ങൾ 2 ടീമായിട്ട് തിരിഞ്ഞ് ഏകദേശം 12 മണിയോടുകൂടി മത്സര ഇനങ്ങൾ ആരംഭിച്ചു. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഏകദേശം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്റ്റാഫിനും അംഗങ്ങൾക്കും ഇതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഗ്രാമപഞ്ചായത്ത് വളരെ ലളിതമായ രീതിയിൽ ഇന്നിവിടെ ഓണം ആഘോഷിക്കപ്പെടുകയാണ്. വളരെ ശക്തമായ മത്സരങ്ങളാണ് 2 ടീമായിട്ട് ഇന്ന് മുന്നേറുന്നത്. അതായത് രണ്ട് മത്സരങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. എല്ലാവിധ ഓണാശംസകളും എല്ലാവർക്കും സ്നേഹത്തോടെ നേരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റൽ സീഡ്സ് സഹകരണത്തോടുകൂടി 50% സാമ്പത്തിക സഹായത്തോടെ ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ ഏരുവേശി പഞ്ചായത്ത് ക്ലസ്റ്റർ പരിധിയിൽ മെമ്പർമാർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഇരിക്കൂർ സീഡ് സൊസൈറ്റിയുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണമാണ് ഇന്നിവിടെ നടന്നിരുന്നത്. 189 ഓണക്കിറ്റുകൾ വിതരണം നടത്തി. 1-ാം വാർഡ് മെമ്പറായ ഷൈല ജോയിയാണ് വിതരണോദ്ഘാടനം നടത്തിയത്. 3000 രൂപ വില വരുന്ന അവശ്യ സാധനങ്ങൾ 1650 രൂപ നിരക്കിലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സീഡ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന ഓരോ അംഗങ്ങൾക്കും വളരെ ലളിതമായ രീതിയിൽ തന്നെ ഇന്നിവിടെ വിതരണം നടത്താൻ സാധിച്ചു. ഏരുവേശി പഞ്ചായത്ത് ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈല ജോയ് നിർവഹിച്ചു. ഏരുവേശി പഞ്ചായത്ത് സീഡ് കോർഡിനേറ്റർ സിൽന മോഹൻ അധ്യക്ഷത വഹിച്ചു. റഹ്മത്ത് ഷെരീഫ്, വാർഡ് മെമ്പർമാരായ MD രാധാമണി, ജയശ്രീ ശ്രീധരൻ, ഷീജ ഷിബു, അബ്രഹാം മാത്യു, വിഷ്ണു പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നിരങ്ങഞ്ചറ്റ ST സങ്കേതത്തിലെ 90 വയസ്സുകാരി ശാരദാമ്മയെ കാണാൻ ഓണക്കിറ്റും ഓണക്കോടിയുമായി കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ എത്തി. ശാരദാമ്മയെ കാണാൻ ഓണക്കിറ്റും ഓണക്കോടിയുമായി കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ എത്തി. നിരങ്ങഞ്ചിറ്റ ST സങ്കേതത്തിലെ 90 വയസ്സുകാരി ശാരദാമ്മയുടെ ദുരിതകഥ അറിഞ്ഞാണ് കിളിയന്തറ സ്കൂൾ പ്രിൻസിപ്പാൾ MJ വിനോദിന്റെ നേതൃത്വത്തിൽ NSS പ്രോഗ്രാം ഓഫീസറും വളണ്ടിയർമാരും കരുതലിന്റെ സ്നേഹസ്പർശവുമായി എത്തിയത്. ചോർന്നൊലിക്കുന്ന വീട് വാസയോഗ്യമല്ലാത്തതിനാൽ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയ ഷെഡിലാണ് ശാരദാമ്മയുടെ താമസം. ശാരദാമ്മയ്ക്ക് ഓണക്കോടിയും ഓണക്കിറ്റും സമ്മാനിച്ച വളണ്ടിയർമാർ കോളനി നിവാസികൾക്കെല്ലാം ഓണക്കിറ്റ് സമ്മാനിച്ചാണ് മടങ്ങിയത്. തുടർന്ന് NSS യൂണിറ്റിന്റെ പങ്കാളിത്ത ഗ്രാമമായ 32-ാം മൈൽ കോളനിയിൽ അസുഖബാധിതയായി ചികിത്സയിൽ കഴിയുന്ന മിനിക്ക് ചികിത്സാ സഹായധനവും കൈമാറി. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. കണ്ണവും ഹിദായ അഖില കേരള മഹ്ദത്ത് ഗാന മത്സരത്തിന് തുടക്കമായി. സയ്യിദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. കണ്ണവും ഹിദായ അഖില കേരള മദ്ഹ് ഗാന മത്സരത്തിന് തുടക്കമായി. സയ്യിദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ചരിത്രപ്രസിദ്ധമായ കണ്ണവും വെളുമ്പത്ത് മക്കാം സിറിയാത്തിന് ഹിദായ ജനറൽ മാനേജർ സാദിഖ് അദനി നേതൃത്വം നൽകി. തിരുനബി ജീവിതവും ദർശനവും എന്ന പ്രമേയത്തിൽ കൊറുത്ത് സ്വാദത്ത് നഗറിലാണ് പരിപാടികൾ നടക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ഇബ്രാഹിം ഹാജി കോളയാടിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത നീലഗിരി ജില്ലാ സെക്രട്ടറി ഷൗക്കത്ത് ഭാഗഫി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന റസൂൽ പ്രഭാഷണം ഹിദായ ട്രഷറർ ഉമർ ഹാജി ചിറ്റാരിപ്പറമ്പിൽ അധ്യക്ഷതയിൽ മഖ്ദൂസ് സഹാഫി ഗൂഡല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി. Amin.
ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഏലപ്പീടിക അനുഗ്രഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനാചരണവും ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷവും നടത്തി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിമ്മി അബ്രഹാം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഏലപ്പീടിക അനുഗ്രഹ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാല ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനാചരണവും ഓണക്കിറ്റ് വിതരണവും ഓണാഘോഷവും നടത്തി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിമ്മി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ജോബു ഒയെ ഗ്രന്ഥശാല ദിനാചരണത്തിൻ്റെ ഭാഗമായി പതാക ഉയർത്തി. ഏലപ്പീടിക LP സ്കൂളിലെയും ഏലപ്പീടിക അംഗൻവാടികളിലെയും വിദ്യാർത്ഥികൾക്ക് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ പാലടപ്രഥമൻ കിറ്റും വിതരണം ചെയ്തു. സ്വാന്തന സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വായനശാല പ്രവർത്തന പരിധിയിലെ കിടപ്പ് രോഗികൾക്ക് 4 കുടുംബങ്ങൾക്കാണ് 4000 രൂപയുടെ ഓണക്കിറ്റ് വായനശാല പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു കൊടുത്തത്. പരിപാടികൾക്ക് ഷിജു EK, സെബാസ്റ്റ്യൻ VV, ജോൺസൺ കൂവപ്പള്ളി, പ്രമീള സുരേന്ദ്രൻ, പ്രിൻസി ബൈജു, സിജി സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈവിഷൻ ന്യൂസ്, കേളകം. ജബ്ബാർകടവ് ഇക്കോ പാർക്കിലെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി നിർവഹിച്ചു. ഒരു കാലത്ത് മാലിന്യം തള്ളുന്ന പ്രദേശമായിരുന്ന സ്ഥലം പിന്നീട് നാട്ടുകാരുടെ ഇടപെടലിലൂടെ പാർക്കാക്കി മാറ്റുകയായിരുന്നു. ഇതാണ് ജബ്ബാർകടവിലെ ഇക്കോ പാർക്ക്. ഇവിടെയാണ് ഓണത്തിന് പൂക്കളമൊരുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. ഇതിൻ്റെ വിളവെടുപ്പാണ് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. രജനി നിർവഹിച്ചത്. ഓണത്തിനൊരു വട്ട പൂവ് എന്ന പദ്ധതി പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ജബ്ബാർകടവിലുള്ള ഇക്കോ പാർക്കിൽ ഇവിടെയുള്ള വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലും അതുപോലെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നല്ല രീതിയിലുള്ള പരിചരണവും സമയത്തിന് വളമിട്ടും അല്ലെങ്കിൽ കള പറിച്ചുകൊണ്ടും ഒക്കെയുള്ള പരിചരണം കൂടി ഈ ഒരു കൃഷിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു ജബ്ബാർകടവ് ഇക്കോ പാർക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ സ്നേഹാരാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2ാമത്തെ പാർക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് IEC ബോർഡുകളാണ് ഇതിൽ വേണ്ടത്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു പോകുന്ന ഒരു കേന്ദ്രം ആയി മാറി ഈ ഇക്കോ പാർക്ക് ഇപ്പോൾ മാറി കഴിഞ്ഞിട്ടുണ്ട്. ധാരാളം മാലിന്യ കൂമ്പാരങ്ങളായിരുന്ന സ്ഥലങ്ങൾ മാറ്റി അതൊക്കെ ഇവിടെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മനോഹരമായിട്ടുള്ള പാർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇനിയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവിധ സഹായവും കൂടി ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചെണ്ടുമല്ലി വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പാർക്ക് സംരക്ഷണ സമിതി സെക്രട്ടറി ഷിതു കരിയാൽ, പഞ്ചായത്ത് അംഗം V. പ്രമീള, ബിജു കോങ്ങാടൻ, PV. മനോജ് കുമാർ, KK. കുഞ്ഞികൃഷ്ണൻ, K. ധനേഷ്, ജയചന്ദ്രൻ, ഷൈജ മുരളി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഓണത്തോടനുബന്ധിച്ച് തൊണ്ടിയിൽ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ ഇടവകയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൊണ്ടിയിൽ സെന്റ് ജോസഫ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ ഇടവകയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ സോണുകൾ തിരിച്ചായിരുന്നു മത്സര പരിപാടികൾ സംഘടിപ്പിച്ചത്. പൂക്കള മത്സരത്തിനും പുരുഷ വനിതാ വടംവലി മത്സരത്തിലും കല്ലടി സോൺ 1ാം സ്ഥാനം നേടി. അവര് മറ്റവരെ വലിച്ചോണ്ട് ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഷാജി തെക്കേമുറിയിൽ വിജയികൾക്ക് ഉപഹാരം നൽകി.
പക്ഷെ ആ സമയത്ത് കൂടെ നിന്ന എല്ലാ ഓരോരുത്തരും 5 പേരും, അതുപോലെ നമ്മുടെ കോർഡിനേറ്റർ, ബാക്കി എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. അവരുടെയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എല്ലാം ഭംഗിയായിട്ട് ചെയ്തവരാണ് ജോജോയും ഓരോരുത്തരും. അതുപോലെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മുടെ ഈ വടംവലി ഒന്ന് നടത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ബ്ലഡ് അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേറെ മനുഷ്യരായി തീരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, ഈ കോർട്ടിൽ ഒരു മനുഷ്യൻ അങ്ങനെ പെരുമാറുന്നോ അങ്ങനെയായിരിക്കും അവന്റെ ജീവിതത്തിലും അവനെന്ന്. അപ്പൊ അവിടെ നിന്ന് ആരും അസ്വാഭാവികമായിട്ട് പെരുമാറിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിജു സാറ് തന്നെ നമുക്കറിയാം. ഡിജു സാറ് വളരെ തടക്കവും പഴക്കവും വന്നിട്ടുള്ള ഒരു സ്പോർട്സ്മാൻ ആണ്. അസിസ്റ്റന്റ് വികാരി ഫാദർ സോമി ഇല്ലിക്കൽ, കൈക്കാരന്മാരായ തങ്കച്ചൻ തുരുത്തിൽ, ജോർജ് പള്ളിക്കുടി, ജോയി മണ്ടുംപാല, സണ്ണി ചേറ്റൂർ, സാബു ഇരിപ്പക്കാട്ട്, ഇടവക കോർഡിനേറ്റർ ഒ മാത്യു, സെക്രട്ടറി ജോജോ കൊട്ടാരംകുന്നേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. എടത്തൊട്ടി ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. എടത്തൊട്ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഓണാഘോഷം നടന്നു. പൂക്കള മത്സരം, വടംവലി തുടങ്ങിയ മത്സര പരിപാടികളും നടന്നു. കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ പീറ്റർ ഊരോത്ത്, കോളേജ് മാനേജർ ഫാദർ ജോർജ് പൊട്ടേൽ, അധ്യാപകരായ തോമസ് പോൾ, അലക്സ് വർക്കി, ജെസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഓണം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളാണ്. എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ആഘോഷിക്കുന്നു, ഒരുമിച്ച് കളികൾ കളിക്കുന്നു, ഓണമിടുന്നു. അങ്ങനെ സ്വപ്നം കണ്ട ഒരു ആഘോഷിക്കുകയാണ് ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ. ഈ നാട്ടിലെ എല്ലാ സന്തോഷകരമായ സമാധാനപരമായ ഒരു ഓണം ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മാവേലി തമ്പുരാൻ ഓരോരുത്തരുടെയും ഭവനങ്ങൾ ചെയ്യട്ടെ. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നളന്ദ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ എടയാർ ചാലിൽ നഗറിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു. കണ്ണോം SI സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മോഹനൻ മാനന്തേരി അധ്യക്ഷത വഹിച്ചു. AK പ്രേമരാജൻ, KK ദിനേശൻ, ബാബു, നാരായണൻ, വാഴയിൽ ഭാസ്കരൻ, സനോജ് തുടങ്ങിയവർ സംസാരിച്ചു. 40ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. കൊട്ടിയൂർ പാമ്പർപ്പാൻ കാട്ടുമാടം അബുഹാജി മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സമാപിച്ചു. സമാപന ചടങ്ങ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ പാമ്പ്രപ്പാൻ കാട്ടുമാടം അബുഹാജി മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് സമാപിച്ചു. സമാപന ചടങ്ങ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. ുമായി ബന്ധപ്പെട്ട് കളിക്കുന്ന പ്ലേയേഴ്സ്, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമുക്കറിയാം കണ്ടപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കോർട്ട് സ്ഥലം നഷ്ടമായപ്പോൾ തിരിച്ച് പാമ്പ്രപ്പാനിൽ തന്നെ ഒരു കോർട്ട് ഉണ്ടാക്കുകയും അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ടൂർണമെൻറ്റാണ് ഇന്ന് നടന്നത്. പ്രാദേശിക ടൂർണമെൻറ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ പ്രാദേശിക ടൂർണമെൻറ്റ് നടക്കണം, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പ്ലേയേഴ്സിന് കളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ആദ്യമേ പ്രാദേശികമായിട്ട് നടത്തിയതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം. ഇനി അതിന് അപ്പുറത്തേക്ക് നമുക്ക് ജില്ലാതലമോ ആ തരത്തിലുള്ള ടൂർണമെൻറ്റുകൾ നടത്തി നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയേണ്ടത്, വളർന്നു വരുന്ന പുതിയൊരു തലമുറയ്ക്ക് ആവേശമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടും കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. ഞാനിന്ന് സ്കൈറ്റ് ആൻഡ് ഗൈഡ്സിൻ്റെ കുട്ടികൾ ഇന്ന് പഞ്ചായത്ത് വന്നിരുന്നു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പേര് ഇന്ന് ചുങ്കക്കുന്നതിൽ നിന്ന് അമ്പായത്തോട് വരെ ഓടാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ വളരെ കുറച്ച് പേർക്കേ അതിന് സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ MJ സാജു അധ്യക്ഷത വഹിച്ചു. രാമകൃഷ്ണൻ, KR വിനു, ശരത്, രവികുമാർ, അഖിൽ മനോഹർ, പ്രജീഷ്, അനീഷ് എന്നിവർ സംസാരിച്ചു. 6 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ബിജു കൊട്ടിയൂർ, സജീവ് നായർ എന്നിവർ വിജയികളായി. പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പടാകം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം. കോളയാട് പെരുവാക്കാമൂലയിലെ ചെന്നപ്പോയിൽ ഗോപാലൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ ദേവി. മക്കൾ റിനീഷ്, റിൻസി, റിന്യ. വിപണി.
റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 228, പേരാവൂർ 228, കൊട്ടിയൂർ 228. റബ്ബർ ലോട്ട് ഇരിട്ടി 208, പേരാവൂർ 218, കൊട്ടിയൂർ 218. ഒട്ടുപാൽ ഇരിട്ടി 115, പേരാവൂർ 120, കൊട്ടിയൂർ 120. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 620, കൊട്ടിയൂർ 620. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 320, കൊട്ടിയൂർ 320. പൊൻവർണ്ണത്തേരേറും ശലഭമാ നീ വന്നു അഴകേ പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി നരിത്തൂക്കിൽ ജ്വല്ലേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6865, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളക്കരയുടെ ആഘോഷപ്പെരുമയ്ക്ക് നിറം പകർന്ന് ഉത്രാടം. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. മാലൂർ ശിവപുരത്ത് വാഹനാപകടത്തിൽ മരിച്ച വിളക്കോട് ചെങ്ങാടിവയൽ സ്വദേശി റിയാസിന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം വിളക്കോട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. വീടുകൾക്ക് ഭീഷണിയായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ഉത്തരവായിട്ട് നടപടിയില്ല. തിരുവോണ ദിവസത്തിൽ കൊമ്മേരി നിവാസികൾ അടുപ്പുകൂട്ടി കഞ്ഞിവെച്ച് സമരം നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.